ശ്രീ മുസ്തഫ മുണ്ടുപാറ ഇപ്പോൾ പുതിയൊരു നീക്കം, അതെ അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഈ ഒരു നീക്കം അതെന്ത് ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടത്, നമ്മുടെ കേരളത്തിൽ ഇതപര്യന്തം ഇക്കാലം അത്രയും നടന്നു വരുന്ന ഒരു പൊതുവായൊരു നിലപാടുണ്ട്. വ്യത്യസ്ത മതസംഘടനകൾ നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ പൊതുവായ ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് കാര്യങ്ങൾ നീക്കുന്നത്. അതിന് വിഭിന്നമായി ഏതാനും ചില സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് കാസയുമായി ബന്ധപ്പെട്ട ഏതാനും ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ഒരു സാഹചര്യത്തെ ഇല്ലാതെയാക്കി പരസ്പരം വൈരമുണ്ടാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ഏതാനും വർഷങ്ങളായി നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പൊതു സ്വഭാവമാണിത്. കാസ എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഈ കാര്യം ക്രിസ്തീയ സമുദായത്തെ മൊത്തത്തിൽ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ആ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലേക്ക് ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പൊ ഇതുണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ ഗുരുതരമാണ്. നമ്മുടെ കേരളത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും സഹവർത്തിത്വത്തോട് മുന്നോട്ട് പോയ നാടാണ് നമ്മുടെ കേരളം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെയല്ല. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ നാട് ഇല്ലാതെയായി പോകുന്ന, അല്ലെങ്കിൽ ആ നല്ല കാലം ഇല്ലാതായി പോകുന്ന അതിഭീകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ രാജ്യത്തെ ഈ തീവ്രവാദ സംഘടനകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് ക്രിസ്തീയ സഹോദരങ്ങൾ മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞ പരസ്പരം സഹകരിച്ചു പോയ ആളുകളാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. ആ ഒരു സഹകരണത്തെ കേവലം രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വളരെ ജുഗുപ്സാവഹമായ ശ്രമം ഏതാനും ചില വിരലിലെണ്ണാവുന്ന കാസയുടെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ദുരന്ത ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ സെന്റ് തെരേസസ് സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം 2008 ആ സ്കൂൾ തന്നെ വിവാദത്തിലായതാണ്. ഇതിപ്പുണ്ടായ വിവാദമല്ല. അതായത് അവിടെ പഠിക്കുന്ന UKG പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് പോലും പരസ്യമായി കുരിശു വരപ്പിച്ച സാഹചര്യം വരെ ഉണ്ടായി. മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായി. കർശനമായ നിർദ്ദേശം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഒരു തലത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുപോകുന്നു. ഒറ്റപ്പെട്ട ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ രീതി കൊണ്ടുപോകുന്നുണ്ട്. കാരണം ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഈ വിഷയം നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു വിടവ് വളരെ വ്യക്തമായി താങ്കൾക്ക് അറിയാവുന്നതാണ്. അത് ഏതെങ്കിലും തരത്തിലൊക്കെ പരിഹരിക്കാനുള്ള ശ്രമം നല്ല കോണുകളിൽ നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതങ്ങനെ പരിഹരിച്ച് പൊക്കോട്ടെ, ഒറ്റപ്പെട്ട സംഭവമായി മാറിക്കൊണ്ട് അതങ്ങ് തീർന്നോട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അവിടെ സമസ്ത പോലെ പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ വലിയ തോതിലുള്ള നാടിന് വിരുദ്ധമായ നിലപാടെടുക്കാത്ത ഒരു സംഘടന ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന ഒരു റിഫ്റ്റ് ഉണ്ടല്ലോ, അത് ഈ വിഷയത്തെ കത്തിക്കുകയല്ലാതെ ഇത് ഒന്ന് പരിഹരിക്കാനുള്ള ലക്ഷ്യത്തിലേക്കൊന്നും എത്തില്ലല്ലോ. അല്ല, പരിഹരിച്ചു പോകണമെന്ന് സമസ്തയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. കേരളത്തിലെ പൊതുസമൂഹത്തിൽ കൃത്യമായി ബോധ്യമുള്ള പ്രസ്ഥാന സമസ്തകളെ മിത്തുലമ ഒരിക്കൽ പോലും ഇത്തരം തീവ്രവാദ നിലപാടുകളോടൊപ്പം ചേർന്ന് നിൽക്കാതെ പരസ്പരം സഹിഷ്ണുതയിലും സാവർത്തിത്വം സ്നേഹത്തിലും കഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കേരളത്തിലെ ഇസ്ലാമിന്റെ വരവ് പോലും ആ ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ ഇതിന് വിഘാതമുണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാസ പോലെ ഞങ്ങൾ മുസ്ലിം പക്ഷത്ത് നിന്നുകൊണ്ട് ചില സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ പൈതൃകവും പാരമ്പര്യവും ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ സ്കൂളുകളിൽ അതാണ് ഇപ്പൊ നമുക്കറിയാം, ഈ വിഷയം പള്ളുരുത്തി സ്കൂളിലെ അടക്കം വിഷയം മുന്നോട്ട് കൊണ്ടുവന്നതും അത് ചർച്ചയാക്കിയതും ഇടപെട്ടതും അവിടെ പ്രശ്നമുണ്ടാക്കിയതും ഒക്കെ SDP ആണ്. അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാം. ആ വഴിക്ക് അല്ലെങ്കിൽ അവരുടെ കെണിയിൽ നിങ്ങൾ കൂടി വീണു പോകുകയല്ലേ ഇങ്ങനെ ഒരു സർവേയുമായി മറ്റേ മുന്നോട്ട് പോകുമ്പോൾ? അങ്ങനെ നമ്മൾ ഇതാക്കണ്ട, ആരോപണം ഉന്നയിക്കണ്ട. ഇതിന്റെ വസ്തുത എന്താ, ഇതിന്റെ മെറിറ്റ് എന്താ, അത് പരിശോധിക്കൂ. ആ സ്ഥാപനത്തിൽ, അതായത് ഇത് സർക്കാർ അംഗീകാരമുള്ള സ്കൂളാ, ആ സ്കൂളിൽ ഒരു മുസ്ലിം കുട്ടിക്ക് തട്ടമിട്ട് വരാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം ഏതാനും വർഷങ്ങളായ സ്കൂളുണ്ട്. സ്കൂളിന്റെ നമ്മുടെ ഹൈക്കോടതി വിധിയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. ആ സ്കൂളിന്റെ നിയമാവലി അനുസരിച്ച് മാത്രമേ ആ കുട്ടിക്ക് അവിടെ പഠിക്കാൻ പറ്റൂ. ആ കുട്ടി മാത്രമല്ല സാർ, അവിടെ 100-ലധികം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർക്ക് ആർക്കുമില്ലാത്ത നിർബന്ധം ഈ കുട്ടിക്ക് എന്തിനാണെന്ന ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്ത നിർബന്ധമല്ല, അവർക്കൊക്കെ നിർബന്ധമുണ്ട്. അത് സ്കൂളുകളിൽ നിന്ന് കുട്ടി ഇന്നും വേറെ കുട്ടികൾ TC വാങ്ങി പോകുന്നു എന്ന് ഇന്നത്തെ വാർത്തയാണ്. ആ ഒരു സാഹചര്യം അവിടെ വാർത്ത വന്നിട്ടുണ്ട്. അവിടുത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെ വർഷങ്ങളായി ആ സ്ഥാപനം നടക്കുന്നിടത്ത് പലപ്പോഴും ഇത് ആവർത്തിക്കുന്നുണ്ട്.
അവിടെ കുട്ടികൾ തട്ടിട്ട് വന്നാൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്ത് ആ കുട്ടികളുടെ തട്ടം പിടിച്ചു വെച്ച് അവർ പുറത്തു കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാ ഇപ്പൊ തന്നെ ഈ വിവാദം ഉണ്ടായത്. എന്താ, അവിടെ ആ കുട്ടി ക്ലാസ് കയറിയതല്ല, അവിടെ ഒരു പൊതുപരിപാടിയിൽ ആ കുട്ടി ക്ലാസ്സിൽ അല്ലാത്തത് കൊണ്ട് തട്ടമിട്ടു എന്നതുകൊണ്ടാണ് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തത്. നിങ്ങൾക്കറിയാലോ, ആ പ്രിൻസിപ്പലിന്റെ ഒരു ബോഡി ലാംഗ്വേജ് നിങ്ങൾ കണ്ടല്ലോ. ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ പ്രിൻസിപ്പലിന്റെ ബോഡി ലാംഗ്വേജ്. അല്ല, ആ പ്രിൻസിപ്പലിന്റെ ബോഡി ലാംഗ്വേജ് അവരവരുടെ സ്കൂളിന്റെ നിയമാവലിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് അവർ കൃത്യമായ നിലപാട് പറഞ്ഞു. അങ്ങനെ പഠിക്കാവുന്ന കുട്ടികളെ അവിടെ പഠിപ്പിക്കുകയുള്ളൂ എന്ന് അസന്നിഗ്ധമായി പറയുകയാണ്. അല്ലാത്തവർക്ക് മറ്റു സ്കൂളുണ്ടല്ലോ സാർ, അവർക്ക് അങ്ങോട്ട് പോകാം, അവർക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ പഠിക്കാം. അതെ, ഭരണഘടനാപരമായി അത് തെറ്റാണ്. എങ്ങനെ അവിടെ മനസ്സിലായില്ല? ഞാൻ ചോദിക്കട്ടെ, ശബരിമല സീസൺ വരാൻ പോവാ. ശബരിമല സീസൺ വരുന്ന സമയത്ത് കറുത്ത തുണി ധരിച്ചുകൊണ്ട് ഹൈന്ദവ സഹോദരങ്ങളിൽപ്പെട്ട കുട്ടികൾ വന്നാൽ എന്തായിരിക്കും? അങ്ങനെ വന്നാൽ അപ്പോൾ കുട്ടികളെ മാറ്റണം. കുട്ടികൾ അങ്ങനെ വരുന്നത് നമ്മൾ ഇതുവരെ കേട്ടില്ല, കണ്ടിട്ടില്ല. ഒരു സ്കൂളിലും അങ്ങനെ കണ്ടിട്ടില്ല. സ്കൂളിന് അടിസ്ഥാനപരമായി ഒരു യൂണിഫോം ഉണ്ട്. അത് ധരിച്ചുകൊണ്ട് വരാത്ത കുട്ടികളെ അവിടെ നിന്ന് മാറ്റാനുള്ള എല്ലാ അധികാരവും മാനേജ്മെന്റിന് ഉണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെന്നേ. അല്ല, നിങ്ങൾ അപ്പോ ആ സ്ഥാപനങ്ങള് അവിടെയുള്ള പിന്നെ കറുത്ത തുണി ഉടുത്ത് വരുന്ന എവിടെ താങ്കൾ എവിടെയെങ്കിലും കണ്ടോ അങ്ങനെ കറുത്ത തുണിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കറുത്ത തലപ്പാവ് ധരിച്ചു വരുന്ന ആളെ കണ്ടോ? അല്ല, എല്ലാ സ്കൂളുകളും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇല്ല, നമ്മളെങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ഒരിടത്തും ഇതുവരെ പറഞ്ഞു കേട്ടില്ല, പ്രത്യേകിച്ച് മാനേജ്മെന്റ് സ്കൂളുകളിൽ. ഞാൻ റിട്ടയർഡ് അധ്യാപകനാണ്. നമ്മുടെ സ്കൂളുകളിലൊക്കെ ധാരാളം മണ്ഡലകാലത്ത് ഹൈന്ദവ സഹോദരങ്ങളപ്പെട്ട കുട്ടികൾ പിന്നെ കുരിശ് മാല ധരിച്ച് പിന്നെ കറുത്ത തുണി കൊടുത്താണ് സ്കൂളുകൾ വരാറുള്ളത്. അതിനൊക്കെ നമ്മൾ അനുമതി കൊടുക്കുക മാത്രമല്ല, ആവശ്യമായൊരു പരസ്പരം ഒരു സ്നേഹപഠനത്തിനും കൂടി അത് അവസരമാണ്. സ്വാമി എന്ന് പറഞ്ഞിട്ട് ആദരിക്കും പരസ്പരം കുട്ടികൾ. ആ ഒരു അന്തരീക്ഷം പോലും ഇവിടെ ഇല്ലാതാവാൻ പോവുക. ഇത് കേവലം മുസ്ലിം ഇഷ്യൂ അല്ല, ഇത് ബോധപൂർവം ക്രിസ്തീയ സമുദായത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട്. ഞാൻ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തൂല, സമുദായത്തെ ഞാൻ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. കാരണം ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്. എന്റെ നാട്ടിലൊക്കെ ഉള്ള സ്കൂളുകളിൽ ധാരാളം സ്കൂളുകളുണ്ട് ക്രിസ്തീയ മാനേജ്മെന്റ് നടത്തുന്നത്, വളരെ ഭംഗിയായി നടന്നു പോകുന്നത്. ആ സ്കൂളുകളിലൊക്കെ 75-80% മുസ്ലിം കുട്ടികളുള്ള സ്കൂളുകൾ എന്റെ നാട്ടിലുണ്ട്. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് എന്താ, അവിടൊക്കെ ഈ കുട്ടികളെയും കൊണ്ട് വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകാനുള്ള അവസരം പോലും ക്രിസ്തീയ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഒറ്റപ്പെട്ട, അതായത് കാസ ഹൈജാക്ക് ചെയ്ത, കാസയുടെ ഏറ്റവും പ്രമുഖനായ ആളാണ് അവിടുത്തെ പ്രസിഡന്റ് എന്ന് അറിയാൻ കഴിഞ്ഞു, PTA പ്രസിഡന്റ്. ഇത്തരത്തിൽ കാസ പോലെയുള്ള സംഘടനകൾ നമ്മുടെ സ്ഥാപനങ്ങളെ ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ്. അതിന്റെ അനന്തരഫലം അത് ക്രിസ്തീയ സമുദായത്തോട് നമുക്കൊരു വെറുപ്പില്ല എന്ന് മാത്രമല്ല, പരസ്പരം സഹകരിച്ചു പോകണമെന്നുള്ള നിലപാടുകാർ തന്നെയാ. ഇതുപോലെ ഒറ്റപ്പെട്ട ആളുകളുണ്ട്. ഈ പരസ്പരം തമ്മിൽ കുട്ടനാടിനെയും മുട്ടനാടിനെയും തമ്മിൽ തല്ലുകൂടിച്ചിട്ട് അതിൽ നിന്ന് ചോര കുടിക്കാൻ കാത്തിക്കുന്ന. അല്ല സാർ, അതിനുള്ള മറുപടി എന്ന് പറയുന്നത്, താങ്കൾ പറഞ്ഞ വിഷയത്തിലുള്ള മറുപടി എന്ന് പറയുന്നത് ഇങ്ങനെ സർവേ നടത്തിക്കൊണ്ട് ആ കണക്കുകൾ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണോ? അത് കുറച്ചുകൂടി ഈ വിഷയം വഷളാക്കാനല്ലേ ഉപകരിക്കുമെന്നാണ് എൻ്റെ ചോദ്യം. അല്ല, കണക്ക് അത് സംഘടനാ തലത്തിലൊന്നുമല്ല കണക്കുകൾ ശേഖരിക്കുന്നത്. അത് വ്യത്യസ്തമായ സംഘടനപ്പെട്ട ആളുകൾ കൂടി ഇതിന്റെ വസ്തുത എന്താണെന്ന് പഠിക്കാൻ വേണ്ടി സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കാനായിരിക്കാം. എന്തിനാണെന്നറിയില്ല, എനിക്ക് വ്യക്തമായി അതിന് ഉത്തരം പറയാൻ എൻ്റെ കയ്യില്ല. കാരണം സംഘടനാ തലത്തിലല്ല പരിപാടി നടക്കുന്നത്. അത് സ്വാഭാവികമായും അത് അന്വേഷണം നടത്തി പഠിച്ചതിന്റെ റിസൾട്ട് എന്താണ്, നമ്മൾ സർവേ നടത്തുമ്പോഴല്ലേ ഇതിന്റെ വസ്തുത എന്താണെന്ന് അറിയാൻ കഴിയൂ. അത് സർക്കാർ തലത്തിൽ കൊടുക്കണമെങ്കിലും നമുക്ക് അതിന് സർവേ നടക്കണ്ടേ. അത് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും അവരെ ചെയ്തിട്ടുണ്ടാവുക. ഇത് ഔദ്യോഗിക സംസ്ഥ ചെയ്യുന്ന പരിപാടിയല്ല, സംസ്ഥയുടെ പിന്നെ ഉത്തരവാദിത്തത്തിലുള്ളതുമല്ല. യുവജന സംഘടനകളെ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. അതെ, യുവജന സംഘടനകൾ ഒരു പക്ഷേ ചെയ്യുന്നുണ്ടാവും, പക്ഷെ സംസ്ഥയുടെ ഔദ്യോഗിക തലത്തിലല്ല അത്. അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ കുഴപ്പമുണ്ടാകരുത് എന്നാ. സമസ്തയുടെ പ്രത്യേകത അതാണ്. നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, സമസ്തയുടെ ചരിത്രത്തിൽ അങ്ങനെ പരസ്പരം വൈരുണ്ടാക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതുപോലെയുള്ള ഭരണഘടനാപര വിരുദ്ധമായ നീക്കങ്ങൾ പ്രത്യേകിച്ച് അവിടെയാണ് എന്റെ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നത് സാർ. അതായത് SDPI പോലുള്ള സംഘടനകൾ മുന്നോട്ട് വെച്ചൊരു വിഷയത്തെ സമസ്ത ഏറ്റെടുക്കുമ്പോൾ അത് എന്താണ് അതിന്റെ ഒരു ലക്ഷ്യമെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാവും സ്വാഭാവികമായും. അല്ലല്ല, ഈ കാര്യത്തിൽ വെറുതെ SDPIനെ ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിനെതിരെ സമുദായത്തിനകത്ത് ആദ്യം ശബ്ദമുടക്കിയത് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം. അതിനോട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഒരിക്കലും ഞങ്ങൾ യാചാകുമില്ല. പക്ഷേ SDPIന്റെ പേര് പറഞ്ഞിട്ട് അതിന്റെ മറവിൽ മുസ്ലിം സമുദായത്തിന്റെ മൗലികമായ അവകാശത്തെ നിഷേധിക്കാൻ വന്നാൽ അതിനെ ഞങ്ങൾ പ്രതികരിക്കേണ്ടി വരും. അത് വളരെ ഒറ്റപ്പെട്ട സെന്റ് തെരേസ പള്ളുരുത്തിയിലത് സ്കൂൾ പോലെയുള്ള സ്കൂളുകളാണ്. അതിനോട് എങ്ങനെ ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയാ?
ഞങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള മൗലികമായ അവകാശം ഇവിടുത്തെ ഭരണഘടന തരുന്നുണ്ട്. അതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ സ്കൂൾ പോലെ മുസ്ലിം മാനേജ്മെന്റിന്റെ സ്കൂളുകളിൽ ഈ പറഞ്ഞ വിധത്തിൽ ക്രിസ്തീയ കുട്ടികൾ വരുന്ന സമയത്ത് അവരുടെ വേഷം ധരിച്ചോ, അല്ലെങ്കിൽ മുസ്ലിം കുട്ടികൾ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കറുത്ത തുണി അടിച്ചോ, ധരിച്ചോ, അല്ലെങ്കിൽ ഈ രക്ഷാബന്ധൻ കാലഘട്ടത്തിൽ കൈകളിൽ ഈ രക്ഷാബന്ധം വരിച്ചോ വരുന്ന സമയം ഉണ്ടാകുന്ന സമയത്ത് ഒരു മുസ്ലിം മാനേജ്മെന്റ് അത് പറ്റില്ല, ആ സ്കൂൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്തായിരിക്കും? ഇതെന്താ നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തത്? അത് നമ്മുടെ കേരളത്തെ നശിപ്പിക്കും. ഇതിന് പിന്നിൽ SDPI, ഈ വിഷയത്തിൽ SDPI കുറ്റപ്പെടുത്തണ്ട. SDPI അല്ല ഈ വിഷയത്തിന്റെ മെറിറ്റ് നമ്മൾ പരിശോധിക്കണം. ഈ വിഷയത്തിൽ ആ സ്ഥാപനത്തിലെ അധ്യാപിക, പ്രിൻസിപ്പൽ ഉൾപ്പെടെ അവരുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ കണ്ടല്ലോ, അവരുടെ ആ ഒരു ആഹ്ലാദത്തോടുകൂടിയുള്ള അവരുടെ ആ സമീപനം നമ്മൾ കണ്ടല്ലോ. ഒന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ ആ ഫോട്ടോ വെച്ചുകൊണ്ട്. കാരണം അത്രയേറെ വൃത്തികെട്ടവത്തിലാണ് ആ പ്രിൻസിപ്പാൾ അക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. ഒരു വിദ്യാർത്ഥിയോട് ചെയ്യേണ്ട മാന്യത അവിടെ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ആവർത്തിക്കരുത്. ഞങ്ങളും പറയുന്നത് തന്നെയാണ്. അതായത് ഇവിടുത്തെ ശാന്തി ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത്. പരസ്പരം സഹകരിച്ച് എല്ലാ വിഭാഗവും ഒന്നിച്ചു പോകണം. അതിന് ഞങ്ങൾ സഹകരിക്കാൻ ഞങ്ങൾ ശരി. നന്ദി ശ്രീ മുസ്തഫ മുണ്ടുപാറ. ഏതായാലും കണക്കുകൾ എടുക്കുകയാണ് സമസ്ത നേരിട്ടല്ല എങ്കിൽ പോലും അവരുടെ പോഷക സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അനുമോദ്, ഇത് ഇപ്പോൾ ഇവർ പറയുന്നത് ഇത് പബ്ലിഷ് ചെയ്യുമെന്ന് ആണല്ലേ? ഈ കണക്കുകൾ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യും. പക്ഷേ അതിന് ശേഷം എന്താണ് ഈ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം ഈ കുട്ടികളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. സത്യത്തില് ഇതൊരു തരത്തില് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ മുസ്ലിം സംഘടനകൾ, സമുദായ സംഘടനകൾ ഒന്നിക്കുന്നു എന്ന ഒരു മെസ്സേജ് നൽകാനും കൂടിയുള്ള നീക്കമായിട്ടാണ് ഇതിനെ കാണുവാൻ. അതായത് ഒരു വശത്ത് ക്രൈസ്തവ സംഘടനകൾ ഒന്നിച്ചുകൊണ്ട് ഈ ഒരു നീക്കത്തിനെതിരെ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവത്തിൽ അവരുടെ ഭാഗം വിശദമാക്കുമ്പോൾ, മറുവശത്ത് മുസ്ലിം സംഘടനകൾ അവർ ഈ തരത്തിൽ ഹിജാബ് അല്ലെങ്കിൽ മഫ്ത ധരിക്കാൻ സമ്മതിക്കാത്ത സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കുന്നു എന്ന് പറയുമ്പോൾ അവരൊരുമിച്ച് ഇക്കാര്യങ്ങൾക്കെതിരെ ഒരുമിച്ച് ചേരുന്നു എന്നുള്ളത് അതൊരു മെസ്സേജാണ്. ഇത് ഒരുപക്ഷെ ഇതിപ്പോൾ സത്താർ പന്തലൂർ എന്ന പണ്ഡിതന്റെ FBയിൽ വന്ന ഒരു പോസ്റ്റിന്റെ ഭാഗമുണ്ട്, സമസ്തയുടെ ഔദ്യോഗികമായിട്ടുള്ളതല്ല, അത് വ്യക്തമാണ്, അത് ശരി തന്നെയാണ്. പക്ഷേ ഇതൊരു സന്ദേശം നൽകുന്നതാണ്. നിങ്ങൾ അത്തരത്തിൽ നീക്കം നടത്തുമ്പോൾ ഞങ്ങളും ഇവിടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കും, ഞങ്ങൾ ഒരുമിക്കുന്നുണ്ട്, ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിൽ ഉള്ള പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് സുഗമമായി മുന്നോട്ട് പോകുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള സാഹചര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഒരുപക്ഷെ രണ്ട് ഭാഗത്തും ഈ മതം പറഞ്ഞ ആളുകൾ അണിനിരക്കുന്ന സാഹചര്യം വന്നേക്കും. ഇത് വ്യക്തിപരമായിട്ട് അദ്ദേഹം ചെയ്തതാണെങ്കിൽ പോലും ഇതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് ഒരുപക്ഷെ അത്തരത്തിലാകും. മറുവശത്ത് കൂടുതൽ കടുപ്പിച്ചുള്ള നിയന്ത്രണങ്ങൾ ഒരു സ്കൂളിന് പുറമെ മറ്റു സ്കൂളുകളും കൂടി ഏർപ്പെടുത്തുന്ന സാഹചര്യം വന്നാലോ അത് മറ്റൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും നിലവിൽ സമാധാനത്തോടെ പോകേണ്ട ഒരു സാഹചര്യത്തിൽ സമവായത്തിലൂടെ ചർച്ചകളിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം മറുവശത്തെ കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്ന തരത്തിലേക്കാണ് ഈ നീക്കങ്ങളെ കാണേണ്ടത്. അതായത് SDPI തുടങ്ങി വെച്ച ഒരു വിവാദം അത് ഗത്യന്തരമില്ലാതെ ലീഗ് ഏറ്റെടുക്കുന്നു. ഒടുവിൽ സമസ്തയും ആ വഴിക്ക് വരുന്നു. അവിടെയാണ് അനുമോദ് പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ മുസ്ലിം സംഘടനകളെല്ലാം ഒരു ചേരിയിൽ ഒരുമിക്കുന്നു. മറ്റു പല വിഷയങ്ങളിലും വ്യത്യസ്ത ചേരികളിൽ അഭിപ്രായ പ്രകടനം നടത്തുന്ന പല വിധത്തിലുള്ള നിലപാടുള്ള മുസ്ലിം സംഘടനകൾ ഒരു ചേരിയിൽ ഒരുമിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞു വരുന്നത്. തീർച്ചയായും അതുതന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് കാണുന്നതാണ്. ഏതെങ്കിലും ഒരു സംഘടന മാത്രമല്ല ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത്. ഇസ്ലാമിക സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക സംഘടനകളെല്ലാം തന്നെ ഈ വിഷയത്തിൽ ഒരേ തരത്തിലേക്ക് നീങ്ങുന്നു. നേരത്തെ നിശബ്ദമായിരുന്ന മുസ്ലിം ലീഗ് നിശബ്ദമായിരുന്ന സമയത്ത് നിശബ്ദമായിരുന്ന സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ പരസ്യമായി സംസാരിക്കുന്നു, തുറന്നു പറയുന്നു. മുൻപ് അവർ ആദരവോടെ ബഹുമാനത്തോടെ കണ്ടിരുന്ന സിസ്റ്റർമാരുടെ മാറ്റത്തെക്കുറിച്ച് അവർ കൃത്യമായിട്ട് പറയുന്നു. അങ്ങനെ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ മുസ്ലിം കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല എന്ന തരത്തിലേക്കുള്ള ചർച്ചകളൊക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതൊരു വസ്തുത തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിന് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, ഇതിപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള നീക്കമാണ് എന്ന് പറയാൻ കഴിയില്ല. ഔദ്യോഗികമല്ലാത്ത നീക്കമായതുകൊണ്ട് ആരെയും പേരെടുത്ത് ഒരു സംഘടനയെ പേരെടുത്ത് കൂടെ വിമർശിക്കാനും സാധിക്കുകയില്ല. പക്ഷേ മുസ്തഫ മുണ്ടുപാറയും ഈ വിഷയം ഔദ്യോഗികമാണ് അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചപ്പോൾ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിഷേധിക്കുന്നില്ല. ഔദ്യോഗികമാണ് എന്ന് പറയുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സംവിധാനം മുന്നോട്ട് പോകുന്നുണ്ട് എന്നും നിഷേധിക്കാതിരിക്കുന്നതും തന്നെ അതിൻ്റെ സൂചനയാണ്. ഉണ്ടാകാം എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അനുമോദ്, തീർച്ചയായും അതെ, അത് തന്നെയാണ്. ഇത്
നോക്കൂ രഞ്ജിത്ത്, ഇത് ഒരിക്കലും ഈ ലിസ്റ്റ് എടുത്ത് പ്രസിദ്ധീകരിച്ചിട്ട് ഒരുപക്ഷെ ചർച്ചകളിലേക്ക് പോകാനുള്ള സാധ്യതയൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ വിവരശേഖരണം നടക്കുന്നു എന്ന കാര്യം തന്നെ ഇവിടെ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്രോഡീകരിക്കപ്പെടുന്നു, ഒരുമിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം കാണുവാൻ. അങ്ങനെ ഒരു നീക്കം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറുവശത്തും ഇതേ രീതിയിലുള്ള സംഘടനകൾ പല സംഘടനകളുണ്ട്, പോഷക സംഘടനകൾ ഉണ്ടായിരിക്കുക, ഔദ്യോഗികമായിട്ട് അല്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനകൾ, ഇവരൊക്കെ അതേപോലെ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ നിലവിൽ തന്നെ ചർച്ച ചെയ്ത് വഷളായ ഈ സാഹചര്യം ഇതിലും മോശമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ഒരു തർക്കവുമില്ല. സംഘടനകളെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും സംഘടനകൾക്കൊപ്പം നിൽക്കുന്ന മതപണ്ഡിതരും നേതാക്കളുമൊക്കെ ഈ വിഷയത്തിൽ കുറെ കൂടി സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കണമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. വൈകാരികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ ഇതിനെ കാണണം. കാരണം മതം എന്നുള്ളത് വളരെ വൈകാരികമായ ഒന്നാണ്, മത അനുഷ്ഠാനം എന്നുള്ളതും വളരെ വൈകാരികമായിട്ട് തന്നെ കാണുന്നതാണ്. അപ്പോൾ ഇവിടെ ശബരിമല സീസൺ കൂടി കൂട്ടി യോജിപ്പിച്ച് പറഞ്ഞു വരുമ്പോൾ ഇത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് വളരെ വ്യക്തമാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം നീക്കങ്ങൾ അത് ഒരു തരത്തിലും ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെ മറ്റ് പല വിഷയങ്ങളിലേക്കും വഴിതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ സംഘടനകളൊന്നും ഔദ്യോഗികമായിട്ട് ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല. പക്ഷേ സംഘടനകൾക്കൊപ്പം നിൽക്കുന്ന മതപണ്ഡിതർ, നേതാക്കൾ, അവർ തന്നെ വേണം ഇക്കാര്യത്തിൽ. ശ്രീ ഫസൽ ഗഫൂർ, രമേശ് സദാവ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. അനുഭവം തുടരുക.